സങ്കീർത്തനം 119:105. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. എബ്രായ അക്ഷരമാലയിലെ 14ാമത്തെ അക്ഷരമായ നൂൻ 50 എന്ന ഗണിത മൂല്യമുള്ളതാണ്. നേരുള്ളവനും വിശ്വസ്തനും എന്നൊക്കെ ആശയം നൽകുന്നതാണ് ഈ അക്ഷരം. 50 എന്ന സംഖ്യയ്ക്കും ബൈബിളിൽ വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാട് കഴിഞ്ഞ് 50-ാം ദിവസമാണ് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം നൽകിയത് എന്ന് കണക്കുകൂട്ടുന്നു. പെസഹ മുതൽ 50-ാം ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ആയിരുന്നു. 50-ാം വർഷം യോവേൽ അഥവാ വിമോചന സംവത്സരമായി ആചരിച്ചിരുന്നു. ഒരു മനുഷ്യൻ 50 വയസ്സാകുമ്പോൾ വിവേകത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നതായി ഇസ്രായേല്യർ കരുതിയിരുന്നു. പെന്തക്കോസ്ത് ഉത്സവ നാളിലാണ് പരിശുദ്ധാത്മ പകർച്ചയുണ്ടായി പുതിയ നിയമസഭ സ്ഥാപിതമായത്. ഇവിടെ പാതയ്ക്ക് ദീപമായി വചനത്തെ വിശേഷിപ്പിക്കുന്നു. ജീവിതപാതയിൽ ഇരുണ്ട രാത്രികൾ, ഇരുളടങ്ങിയ താഴ്വരകളും ഗുഹകളും ഒക്കെ കടക്കേണ്ടി വരാം. ഇടറി വീഴാൻ സാധ്യതയുള്ള നിരവധി തടസ്സങ്ങളും ചതിക്കുഴികളും ഒക്കെ അതിലുണ്ടാവാം. എന്നാൽ വെളിച്ചമുണ്ടെങ്കിൽ അവയെല്ലാം തെളിഞ്ഞു കാണാനും വീഴാതെ സൂക്ഷിക്കാനും കഴിയും. നാം ദൈവത്തിന് യോഗ്യമാം വിധം നടക്കണമെന്നും വെളിച്ചത്തിൽ നടക്കണമെന്നും നേരോടെ നടക്കണമെന്നും താഴ്മയോടെ നടക്കണമെന്നുമൊക്കെ ദൈവവചനം പഠിപ്പിക്കുന്നു. എങ്ങനെ നടക്കണമെന്നും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ദൈവഹിതത്തിനൊത്തു നടക്കാൻ നമുക്ക് വെളിച്ചം തരുന്നതാണ് ദൈവവചനം. ദീപം എന്ന വാക്ക് ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. വിളക്ക് കയ്യിലുണ്ടായിരുന്നിട്ടും നാം ഇരുട്ടിൽ നടക്കുന്നെങ്കിൽ അതിൽ എണ്ണയോ തിരിയോ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അത് കൊളുത്തിയിട്ടില്ലായിരിക്കും. ദൈവവചനമെന്ന ദീപം നമുക്ക് ദൈവം നൽകിയിരിക്കുമ്പോൾ നിരന്തരം അത് ധ്യാനിക്കുന്നതിലൂടെ, പരിശുദ്ധാത്മ സഹായത്താൽ അതിനെ ഗ്രഹിക്കുന്നതിലൂടെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ഒക്കെയാണ് നാം ആ ദീപത്തെ നമുക്കായി പ്രകാശിപ്പിക്കുന്നത്. ഇടറി വീഴാതെ ദൈവത്തിൻ്റെ പാതയിൽ തന്നെ നടക്കേണ്ടതിന് നാം ആ ദീപം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ഉറപ്പുവരുത്തണം. അതിനായി അനുദിനം വചനം ധ്യാനം ചെയ്യുക. ദൈവം നമ്മെ ധാരാളം